മൂന്നാം തവണയും LDF-ന് ഭരണം കിട്ടിയതിന്റെ നിരാശയാണ് UDF നടത്തുന്ന സമരത്തിന് കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ പറഞ്ഞു. വിജിലൻസ് അന്വേഷണം നഗരസഭയെ ബാധിക്കുന്ന കാര്യമല്ല. ഓരോ മിനിറ്റിലും പ്രതിപക്ഷ നേതാക്കൾ മാറുന്ന അവസ്ഥയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർക്കിടയിൽ കണ്ടുവരുന്നത്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആദ്യം തീർക്കട്ടെ എന്നും മിനി അരവിന്ദൻ പറഞ്ഞു. ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയുടെ താഴെ കോൺഗ്രസ് UDF-ന്റെ ഒരു സമരം നടത്തേണ്ടായി. ആ സമരത്തിൽ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ച് മൂന്നാമതും LDF-നെ കൊണ്ടുവന്ന ആ നാട്ടുകാരുടെ മുന്നിൽ തന്നെയാണ് അവർ ഈ സമരത്തിൽ ഒട്ടനവധി ഉടായ്പ് സംസാരം തന്നെയാണ് അവരിൽ നിന്ന് കേട്ടത് ഞങ്ങൾ. കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും മൂന്നാമത് LDF-ന്റെ ഭരണവും അത് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു നഗരസഭ തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭ. കഴിഞ്ഞ 26-27 വർഷത്തെ ബഡ്ജറ്റ് 8.5 കോടി രൂപയുടെ പദ്ധതികൾ ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഗ്രാമസഭകൾ ചേർന്നുകൊണ്ട് പദ്ധതി തയ്യാറാക്കി 8.5 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് UDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ്റെ ഒരു ഉത്തരവ് 8.5 കോടി രൂപയിൽ നിന്ന് 6 കോടി വെട്ടിച്ചുരുക്കി 2.5 കോടിയുടെ DPC അംഗീകാരം വാങ്ങാനും ആ 2.5 കോടി രൂപയുടെ പുതിയ പദ്ധതി ഉണ്ടാക്കി അത് DPC അംഗീകാരം വാങ്ങിക്കാനുമാണ് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഈ പ്രതിപക്ഷ UDF-ന്റെ മെമ്പർമാരും കോൺഗ്രസിൻ്റെ ആ പ്രവർത്തകരും സമരം നടത്തേണ്ടത് സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കാണ് സമരം നടത്തേണ്ടത്. കാരണം ജനപ്രതിനിധികളായി UDF-ന്റെ പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്. ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ തന്നെ UDF-നാണ്. അവർക്കും ഇങ്ങനെ വെട്ടിക്കുറച്ചിട്ടുള്ള ആ പദ്ധതികൾ എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നൊരു സമയത്താണ് ഈ നഗരസഭയിൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു നഗരസഭ തന്നെയാണ്. ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും തരത്തിൽ ഫയലുകൾ ഓഡിറ്റിന് അനുബന്ധമായി ഫയലുകൾ കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ വിജിലൻസ് ആയാലും അല്ലെങ്കിൽ ഓഡിറ്റ് ആയാലും അവർ കണ്ടുപിടിച്ച് അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അതൊരിക്കലും ഒരു ഭരണസമിതിയെ ബാധിക്കുന്നതല്ല. ഭരണസമിതിയെ ബാധിക്കുക ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഈ ഭരണസമിതിക്ക് അറിയാം. ഒപ്പം തന്നെ മാലിന്യ യാർഡിനെ കുറിച്ച് പറഞ്ഞു. മാലിന്യ യാർഡിലേക്ക് ഈ 11 വർഷക്കാലം മുന്നേ ഇവിടെ നിന്ന് ഒരു ശവപ്പെട്ടിയുമായി പോകുന്ന സാഹചര്യം ഉണ്ടായി. സിന്ധു സുബ്രഹ്മണ്യനായിരുന്നു അന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഓരോ പെട്ടികൾ വെച്ച് അതിൽ മാലിന്യങ്ങൾ നിറച്ചുകൊണ്ട്, അത് നായ ചത്തതുണ്ടാവും, പട്ടി ചത്തതുണ്ടാവും, അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ചത്തതിനൊക്കെ അതിൽ ഇട്ടുകൊണ്ട് കുമ്പളങ്ങാട്ടേക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു. ആ പെട്ടി പോയ സ്ഥലത്തൊന്നും പിന്നെ ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ട് 13,310 ടൺ പ്ലാസ്റ്റിക് ഇവരും കൂടി ചേർന്ന് കൊണ്ടുപോയിട്ട പ്ലാസ്റ്റിക് പോലും ബയോ മൈനിങ്ങിലൂടെ അതെടുത്തുകൊണ്ട് അവിടെ പരിപാവനമായ ഒരു സ്ഥലം ഉണ്ടാക്കി ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് മാലിന്യ യാർഡിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയോടുകൂടി ഈ പ്രതിപക്ഷം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ ഈ ഭരണസമിതി വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ലൊരു കൂട്ടായ്മ തന്നെയാണ് ഈ ഭരണസമിതിയിലുള്ളത്. അത് ഭരണസമിതി മാത്രമല്ല, ഇവർക്ക് പോലും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് പോണെന്ന് രഹസ്യമായി പറയുന്ന ഒരു കാര്യം കൂടിയാണ്. എന്താ ചെയ്യാൻ കഴിയുക, ഭരണം ഞങ്ങൾ തന്നെയാണ് എന്ന് പറയുന്ന കൗൺസിലർമാർ ഇതിലുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ദിവസം പ്രതി മാറുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ
കൗൺസിൽ യോഗങ്ങളിൽ കാണുന്നത്. ഓരോ മിനിറ്റിനാണ് അവരുടെ പ്രതിപക്ഷ നേതാക്കന്മാർ മാറുന്നത്. അവരിൽ തന്നെ ഒരു യോജിപ്പില്ലാത്ത കാലമാണ്. ഇവിടെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആ ഭരണസമിതിയും ഒരേ രീതിയിൽ തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ എന്തെങ്കിലും ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള വേദികളുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി ഒരേ മനസ്സോടുകൂടി അതിൽ ഞങ്ങൾ പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ ആ ചർച്ചകൾ മാത്രമാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുക. അത് തന്നെയാണ് ഞങ്ങളുടെ ഇനിയുള്ള ലക്ഷ്യവും. അധികാരം ലഭിക്കാത്തതിന്റെ വിഷമമാണ് UDFന്റെ സമരത്തിന് പിന്നിലെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് പദ്ധതി വിഹിതത്തിൽ 6.5 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസം DPC അംഗീകാരം കിട്ടിയ പദ്ധതികൾ ആകെ വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് നഗരസഭ മാറിയിട്ടുള്ളത്. പട്ടികജാതി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അംഗൻവാടി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ലൈഫ് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ആശുപത്രിയിൽ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, റോഡ് വികസനം, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വെട്ടിക്കുറയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 402ഓളം വരുന്ന തുടർ പദ്ധതികളുണ്ട്. സ്പിൽ ഓവർ പദ്ധതി കഴിഞ്ഞ വർഷത്തെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദ്ധതി വിഹിതം തടസ്സപ്പെടുത്തിയതിൻ്റെ ഭാഗമായി 402ഓളം വരുന്ന പദ്ധതികൾ പണി കഴിഞ്ഞതും പണി കഴിയാത്തതുമായിട്ടുള്ള പദ്ധതികളുടെ സംഖ്യ കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്പിൽ ഓവർ സംഖ്യ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നഗരസഭ രൂപീകരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയാണ്. അന്നത്തെ CM ബാലകൃഷ്ണൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭ രൂപീകരിക്കുന്നത്. അന്ന് നഗരസഭ രൂപീകരിക്കുമ്പോൾ മുണ്ടത്തിക്കോട് പഞ്ചായത്ത് പ്രസിഡൻറ്റും വടക്കാഞ്ചേരി പഞ്ചായത്ത് പ്രസിഡൻറ്റും ഷെയർ ചെയ്തു. ഞാൻ ചെയർപേഴ്സൺ, നീ വൈസ് ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഷെയർ ചെയ്തതാണ്. പക്ഷേ വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഗരസഭ രൂപീകരിച്ചതിന് ശേഷമുള്ള 3ാമത്തെ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഡിസംബറിൽ നടന്നത്. 3 ഘട്ടത്തിലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരികയാണ്. ആഗ്രഹങ്ങളുണ്ടാവാം ഭാരവാഹിയാവാൻ, അതുകൊണ്ട് എൻ്റെ കഴിവ് ഗംഭീരം, മറ്റുള്ളവർക്ക് കഴിവില്ല എന്ന രീതിയിലൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. നഗരസഭയുടെ സെക്രട്ടറിക്ക് എതിരെ ആരോപണം ഉന്നയിക്കുന്നത് കണ്ട്. ഏത് ആരോപണം? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം? ആരോപണം ഉന്നയിച്ച ആളുകൾ ഇന്ന കാര്യത്തിൻ്റെ മുകളിലാണ് ആരോപണം എന്ന് പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ല. പരാതി കൊടുക്കട്ടെ. പരാതി കൊടുത്ത് അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും കൂടിയിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്, കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നഗരസഭയ്ക്ക് 3 അവാർഡുകൾ കിട്ടി. അവാർഡ് കിട്ടി എന്ന് പറയുന്ന കളിയാക്കുന്ന ആളുകൾ, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ജനങ്ങൾ 3 തവണ LDFനെ അധികാരത്തിൽ കയറ്റി. നഗരസഭയ്ക്ക് ലഭിച്ച പദ്ധതി വിഹിതത്തിൽ 6.5 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. കഴിഞ്ഞ 10 വർഷം അതിനുള്ളിൽ 3 തവണ മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയതാണ് വടക്കാഞ്ചേരി നഗരസഭയെന്നും PN സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ നഗരസഭയ്ക്ക് ലഭിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ അധികാരം ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള കൊതിക്കുറവ് നല്ലോണം ഉണ്ട് ഭാരവാഹികൾക്ക്. പഴയ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിരനിരയായിട്ട് നിൽക്കുകയാണ്. ആ നിരനിരയായിട്ട് നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഇപ്പോൾ കൗൺസിലർമാരായി വന്നപ്പോൾ അധികാരം ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല വിഷമമുണ്ട്. ആ വിഷമം ഞങ്ങളല്ലോ പരിഹരിക്കേണ്ടത്. ജനങ്ങൾ പറഞ്ഞു 3ാം ഘട്ടത്തിലും LDF തന്നെ അധികാരത്തിൽ വരണമെന്ന്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 3 തവണയായി നമുക്ക് അവാർഡ് ലഭിക്കുക. അവാർഡ് വെറുതെ ലഭിക്കുന്നതല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡുണ്ട്.
മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബയോമൈനിങ് എന്ന് പറഞ്ഞ് കളയാക്കുന്ന ആളുകളുണ്ടല്ലോ. ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ഏകദേശം 13,300 ടൺ മാലിന്യം നമുക്ക് ശേഖരിക്കാൻ വേണ്ടി കഴിയുകയാണ്. അപ്പോൾ അധികാരം ലഭ്യമാകാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല വിഷയം ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അധികാരം ജനങ്ങളാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുക, ആ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലേ ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞു, ആരാണ് ഇവരുടെ നേതാവ്? പണ്ട് പറഞ്ഞ പോലെ എന്താ നിങ്ങളുടെ പരിപാടി? എന്തെങ്കിലും പരിപാടി ഉണ്ടോ? കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ഒക്കെ ഇവിടെ ഉണ്ട്, കൗൺസിൽ രംഗത്തുണ്ട്. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൻ പറ്റില്ല. ഒരു ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ കുട്ടി വർത്താനം പറയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്നത്തെ നേതാവ് എന്ന് പറഞ്ഞു. വേറെ ദിവസം പറഞ്ഞു വേറെ നേതാവിനെ മാറ്റി എന്ന് പറയാനുള്ളൂ. ഇപ്പോൾ വേറൊരു നേതാവാണ്. ആരാ നിങ്ങളുടെ നേതാവ്? നമ്മുടെ ഇവിടെയുള്ള ഒരു കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സെക്രട്ടറി ഇല്ല, AE ഇല്ല, സൂപ്രണ്ട് ഇല്ല. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ കൃത്യമായി നമ്മൾ കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് UDF ആണല്ലോ ഭരിക്കുന്നത്. ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കേണ്ടത് ആരാ? അപ്പോൾ ഇവരെ വിന്യസിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിലേക്ക് ഇവരും കൂടി സഹായിക്കണമല്ലോ. അവരും കൂടി സഹായിക്കാൻ തയ്യാറാവാത്തൊരു സ്ഥിതി വരികയാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം വികസന പ്രവർത്തനമല്ല, ഇവരുടെ ആവശ്യം നഗരസഭയുടെ നശീകരണമാണ്. അപ്പോൾ ഇവിടെ നഗരസഭയിലേക്കൊന്ന് സമരം ചെയ്യാം. നഗരസഭയിലേക്കല്ലോ സമരം ചെയ്യേണ്ടത്. നഗരസഭയുടെ ഏകദേശം 6.5 കോടി രൂപ വികസന പദ്ധതിയിലും പട്ടികജാതി പദ്ധതിയിലും വെട്ടിക്കുറച്ച കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളാണല്ലോ പ്രതിഷേധിക്കേണ്ടത്. അതല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല ഉമ്മൻചാണ്ടി സർക്കാർ. ഉമ്മൻചാണ്ടി മരിച്ച കാലത്തേ നഗരസഭയ്ക്ക് കേരള ഗവൺമെൻറ് തരേണ്ട സംഖ്യ തരണ്ടേ? ഇതൊരു ചിറ്റം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടല്ലോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് UDF അല്ലേ? ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.